എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ്ഡ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ 2026 ഹാവ് ബീൻ പബ്ലിഷ്ഡ്, ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നൗ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു ചെക്ക് റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വീണ്ടും വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റിഫ്രഷ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം അവിടെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ അവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പേജിലേക്ക് പോകുന്നതും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഓപ്ഷൻ്റെയും ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ലാസ്റ്റത്തെ വിദ്യാർത്ഥിയുടെ റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷൻ്റെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. അത് ഏകദേശം ഒരു 200-300 ആ റേഞ്ചിലൊക്കെ മാത്രമേ ഫീസ് വരത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്കാണ് കിട്ടിയത്, ചിലപ്പോൾ വേറെ സ്കൂളിലെ വേറെ കോഴ്സിലൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ മാറ്റം കിട്ടിയത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ആദ്യത്തെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ PTA ഫണ്ട് കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരത്തില്ല. അതിന് പകരം റെസിപ്റ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയാൽ മതിയാകും. അപ്പോൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 9-10 തീയതിയിൽ അതായത് നാളെയും മറ്റന്നാളുമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് കോഴ്സ് മാറ്റം കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വരുന്ന എക്സ്ട്രാ ഫീസ് എന്താണോ അത് നാളെ തന്നെ പോയിട്ട് അടക്കേണ്ടതാണ്. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ കൃത്യമായിട്ട് എത്രയാണ് എക്സ്ട്രാ അടക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇനി എക്സ്ട്രാ ഫീസ് വല്ലതും അടക്കാനില്ല എങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീസ് അടക്കേണ്ട. നാളെ മുതൽ പുതിയ ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു കോഴ്സ് ഏതാണോ അതിലേക്കായിരിക്കും നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിലേക്കായിരിക്കും പോയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് എവിടെയും ട്രാൻസ്ഫർ കിട്ടിയില്ല, അതായത് സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നവർ എവിടെയാണോ നിലവിൽ നിങ്ങളുടെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം. അതായത് ആ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം. കാരണം എവിടേക്ക് മാറ്റമൊന്നും കിട്ടാത്തതുകൊണ്ട് നിലവിലെ സീറ്റ് തന്നെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. ഇനി അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. നിലവിലെ സ്കൂൾ വേറെ കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ട്രാ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആദ്യത്തെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. PTA ഫണ്ടും തിരിച്ചു തരും. അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അതിന് പകരം നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എടുത്ത് പുതിയ സ്കൂളിൽ പോയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു PTA ഫണ്ടും അതുപോലെ തന്നെ ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റും കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാം. കോഴ്സ് മാറ്റം വന്നിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് വല്ല എക്സ്ട്രാ ഫീസോ വല്ലതോ ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീസ് കൂടി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അടക്കാവുന്നതാണ്. എന്നിട്ട് വിദ്യാർത്ഥികൾ ഈ ജൂലൈ 9-10 തീയതികളായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണോ മാറ്റം കിട്ടിയത്, ഏത് കോളേജില്ല ഏത് സ്കൂളിലേക്ക് ഏത് കോഴ്സിലേക്കാണോ മാറ്റം കിട്ടിയത് ആ ഒരു കോഴ്സിൽ നിർബന്ധമായിട്ടും ജൂലൈ 9-10 തീയതികളായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.